ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നല്ലേ ഇപ്പം മീഷോയിൽ നല്ല ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 3-4 ദിവസം കൂടിയേ ഉള്ളൂ സെയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രൊഡക്റ്റും നല്ല പ്രൈസ് കുറവുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഇങ്ങനെ പല കളേഴ്സിൽ വരുന്ന ചെറിയ കണ്ടെയ്നേഴ്സാണ് കേട്ടോ. കളർ മാത്രമല്ല അതിൻ്റെ മേലെ ഓരോന്നിൻ്റെ മേലെ റൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇത് ഏലാച്ചി, അതുപോലെ മിർച്ചി, കാലി മിർച്ചി, അതുപോലെ ഷുഗർ, അങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുള്ള ഓരോരോ ബോക്സ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ചെറിയ കണ്ടെയ്നേഴ്സാണ്, പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഓരോ കണ്ടെയ്നേഴ്സിലും 250 ml കപ്പാസിറ്റിയൊക്കെ കാണും, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറുതാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. കിച്ചണിലൊക്കെ ഇങ്ങനെ വെച്ചാൽ ഭയങ്കര കളർഫുള്ളായിട്ട് നിന്നോളൂ കേട്ടോ. പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു മെറ്റലിൽ വരുന്നത് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നേ. ഇത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. മെറ്റലിൽ വരുന്നത് കുറച്ചുകൂടി ഒരു സൈസ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടി വലുപ്പം ഉണ്ടായിരുന്നു. ഇത് തീരെ ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 308 രൂപയാണ് കേട്ടോ. 308 രൂപക്കാണ് ഈ ഒരു 8 കണ്ടെയ്നേഴ്സ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ പ്രത്യേകത കാണാനുള്ളൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഈ ഒരു കളർഫുള്ളായിട്ട് ഇങ്ങനെ കിച്ചൺ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും വരുന്നുണ്ട്. ആ ഒരു പ്രൈസിനൊക്കെ വെർത്തായുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. വേണമെന്ന് വെച്ചാൽ വേഗം വാങ്ങിച്ചോളൂ. ഇപ്പം നല്ല ഓഫർ ഉണ്ട് കേട്ടോ മീഷോയിൽ. ഞാൻ വാങ്ങിച്ച സമയത്ത് 300 സംതിങ്, ഇപ്പോൾ ഏതായാലും 308 രൂപക്കാണ് നമുക്കത് മീഷോന്ന് കിട്ടുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു സെറാമിക്കിൻ്റെ ജാറാണ് കേട്ടോ. ഹാർഡ് പ്രിൻറ്റിൽ വരുന്നൊരു സെറാമിക് ജാറാണ്. അത്യാവശ്യം നല്ല സൈസിലുള്ള ജാറാണ്. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചു അത്ര തന്നെ വലുപ്പം ഉണ്ടാകുമോ, പറ്റിക്കൽസ് ആവുമോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ചുകൊണ്ടാട്ടോ വാങ്ങിച്ചു. പക്ഷേ നല്ല അടിപൊളിയാണ്, നല്ല വലുപ്പമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ലിഡാണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ. വാഷറൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല എയർ ടൈറ്റൊക്കെ ആയിട്ട് ഇരിക്കുന്ന രീതിയിലാണ്. ഭയങ്കരമായിട്ട് എയർ ടൈറ്റ് ആയില്ല, പക്ഷേങ്കിൽ ഇങ്ങനെ വീണ് പോകാത്ത രീതിയിൽ അത്യാവശ്യം ടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു ലിഡാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാർഡ് പ്രിൻ്റ് ആണ്. ഈ ഒരു ഭംഗി കണ്ടിട്ട് തന്നെ കേട്ടോ വാങ്ങിച്ചത്. ഈ ഒരു ഓഫ് വൈറ്റിൽ ഹാർഡ് പ്രിൻ്റ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. കിച്ചണിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഒന്ന് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് അടുത്ത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പം മീഷോയിൽ വരുന്ന പ്രൈസ് 442 രൂപയാണ് കേട്ടോ. അതൊരു ഓഫർ പ്രൈസാണ്. ഞാൻ വാങ്ങിച്ച സമയത്ത് അതിനും പ്രൈസ് ഉണ്ടായിരുന്നേ. ഈ ഒരു 3 ഡേയ്സിനുള്ളിൽ വാങ്ങിക്കുകയാണെങ്കിൽ 442 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയാണ്. കിച്ചണിൽ വെച്ചാൽ നല്ല ലുക്ക് ഉണ്ടാവും, അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. സെറാമിക്കിൻ്റെ ഒക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അടുത്ത പ്രൊഡക്റ്റ് ഒരു കിച്ചൺ റാക്കാണ്. ഫുൾ വുഡനിൽ തന്നെ വരുന്ന ഒരു കിച്ചൺ റാക്കാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു റാക്കാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ വേറൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വുഡനിലാണെങ്കിലും മറ്റേ പ്ലൈവുഡിൻ്റെ വുഡൻ പോലത്തെ ആ ഒരു ടൈപ്പിലായിട്ട് വന്നത്. പക്ഷേ ഇത് പക്ക വുഡനിൽ വരുന്ന ഒരു റാക്കാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ഫിനിഷിങ്ങും ഉണ്ട്. കിച്ചണിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അത്യാവശ്യം സ്പേഷ്യസും ആണ് കേട്ടോ. താഴെയുള്ള ഈ റാക്കും മേലെ റാക്കും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം സാധനങ്ങൾ നമുക്കിതിൽ വെക്കാനായിട്ട് കഴിയും. ഞാൻ കുറേ മുന്നേ ഒരു റാക്ക് വാങ്ങിയിട്ടുണ്ട്. അത് ഇത്ര തന്നെ സ്പേസ് ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഇത് അതിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പ്രൈസും കുറവാണ്, അത്യാവശ്യം നല്ല സൈസും ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഈ ഒരു ജാറുകളൊക്കെ അടുക്കി വെക്കുമ്പോൾ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇപ്പം മീഷോയിൽ 397 രൂപയുണ്ട്. ഞാൻ എല്ലാ പ്രൊഡക്റ്റിലും ഇപ്പോഴുള്ള പ്രൈസായിട്ടാണ് പറഞ്ഞത്. ഞാനിത് വാങ്ങിച്ച സമയത്ത് 400 സംതിങ് ഏതാണ്ടായിരുന്നു പ്രൈസ്. പക്ഷേ ഇപ്പം 397 രൂപയുള്ളൂ കേട്ടോ മീഷോയിൽ. അപ്പോൾ വാങ്ങിക്കണമെന്നുള്ളവർ കൂടുതൽ വെയിറ്റ് ചെയ്യാണ്ട് ഈ ഒരു 3 ഡേയ്സിനുള്ളിൽ തന്നെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. 3 ഡേയ്സ് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിനൊക്കെ പ്രൈസ് കൂടും, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു ഫ്ലവർ വേസ് ആണ് കേട്ടോ. ഡോനറ്റിൻ്റെ ഷേപ്പിൽ വരുന്ന ഫ്ലവർ വേസ് ആണ്. പക്ഷേങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡോനറ്റിൻ്റെ ഷേപ്പിൽ വരുന്നത് ഞാനിതിൻ്റെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഒരൊറ്റ കളറുള്ളതായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു ഡിസൈനും കാര്യങ്ങളും നല്ല കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ലൊരു എസ്തറ്റിക് ലുക്കിൽ വരുന്ന ഒരു അടിപൊളി ഒരു ഫ്ലവർ വേസ് ആണ് കേട്ടോ. ഇതിൽ ഫ്ലവർ ആണെങ്കിൽ നമുക്ക് ഡ്രൈഡ് ലീവ്സ് ഒക്കെ ഉണ്ടല്ലേ, ആ ടൈപ്പിലുള്ളതൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഇതിൻ്റെ പ്രൈസ് 364 രൂപയാണ് കേട്ടോ ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രൈസ്. ഞാൻ വാങ്ങിച്ച സമയത്ത് 400 സംതിങ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രൈസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇതേ പ്രൊഡക്റ്റ് ഒരു 3 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 സംതിങ്ങിനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേ.
ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റും ഒരു ഡെക്കോർ ഐറ്റം തന്നെയാണ്, ഒരു ഫ്ലവർ വേസ് ആണ്. ഇതുപോലത്തെ ഗോൾഡൻ കളർ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് അലുമിനിയത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട്. പക്ഷേങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ വേസ് ഇടും. അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിങ്ങനെ വെക്കുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 404 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പം നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിച്ചേരാൻ ഭയങ്കര ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.